10 അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പാവപ്പെട്ടവൻ നീതി നിഷേധിക്കുന്നതിനും എന്റെ ജനത്തിന്റെ ഇളയന്റെ അവകാശം എടുത്തുകളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്തതിനു വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദന ഉണ്ടാക്കുന്നവർക്കും ദുരിതം. ദുഷ്ടാരൂപിയുടെ ദിനത്തിൽ വിദൂരത്ത് നിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവരെടുത്ത് നിങ്ങൾ സഹായത്തിന് വേണ്ടി ഓടിച്ചെല്ലും. നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും? ഒന്നും അവശേഷിക്കുകയില്ല. ബന്ധുക്കളുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയും അല്ലാതെ നിവർത്തിയില്ല. ഇതുകൊണ്ട് അവിടുത്തെ കോപം ക്ഷമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു. അസീറിയ കർത്താവിന്റെ ഉപകരണം. എന്റെ കോപത്തിന്റെ ദണ്ഡവും രോഷത്തിന്റെ പടിയുമായ അസീറിയ, അധർമ്മികളായ ജനതയ്ക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു. എന്റെ കോപത്തിന് പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവചവസ്തു തട്ടിയെടുക്കാനും തെരുവുകളിലെ ചെളി പോലെ അവരെ ചവിട്ടി തേക്കാൻ ഞാൻ അവനെ കൽപ്പന നൽകുന്നു. എന്നാൽ അവന്റെ ഉദ്ദേശം അതല്ല, അവന്റെ മനസ്സിലെ വിചാരം അപ്രകാരമല്ല. നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. അനേകം ജനതകളെ വ്യതിരിച്ചിട്ട് കളയുകയാണ് അവന്റെ ഉദ്ദേശം. അവൻ പറയുന്നു, എന്റെ സൈന്യാധിപന്മാർ രാജാക്കന്മാരല്ലേ? കൽനോ കാഷിമീഷ് പോലെയല്ലേ? ഹമാത്ത് ആത്പാദ് പോലെയും സമരിയ ദമസ്കസ് പോലെയുമല്ലേ? ജെറുസലേമും സമരയിലുമുള്ള വരെക്കാൾ വലിയ ഒത്തു വിഗ്രഹങ്ങളോട് കൂടിയ രാജ്യങ്ങളെ ഞാൻ എത്തിപ്പിടിച്ചിരിക്കെ സമരിയോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ചെയ്തതുപോലെ ജെറുസലേമിനോട് അവിടുത്തെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ? കർത്താവ് സിയോൻ പർവ്വതത്തോടും ജെറുസലേമിനോടും തന്നെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ അസീസിയ രാജാവിന്റെ ഉത്തമമായ വൻപ് പറച്ചിലിനെയും അഹങ്കാരത്തെയും ശിക്ഷിച്ചു. അവൻ പറയുന്നു, എന്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു. ഞാൻ ജനതകളുടെ അതിക്രമങ്ങൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ഞാൻ കാളക്കുട്ടന്റെ കരത്തോടെ താഴെ ഇറക്കി. പക്ഷിക്കുട്ടിൽ നിന്നെ പോലെ എന്റെ കാലം ജനതകളുടെ സമ്പത്ത് അപകരിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി. ചിറകനക്കാനോ വാൾ തുറന്ന് ചിലക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വൻപ് പറയുന്നു, അൽക്കുന്നവനോട് വാൾ വീമ്പിടുമോ? ദണ്ഡ് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയുമാണ് അത്. കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് കറ്റന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗം അയക്കുകയും അവന്റെ കരത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹക ശക്തി ജനിക്കും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നി ആയും അവന്റെ പരിശുദ്ധ ഒരു ജ്വാലയായി മാറും. അത് ജ്വലിച്ച് ഒരു ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അവന്റെ വനത്തിന്റെയും വിളവ് നിലങ്ങളുടെയും പ്രഭാവം കർത്താവ് നശിപ്പിക്കും. ആത്മാവും ശരീരവും തന്നെ യോഗ്യമായ മനുഷ്യൻ ക്ഷയിക്കുന്നത് പോലെ ആയിരിക്കും അത്. അവന്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിന് എണ്ണാവുന്നത് പോലെ പരിമിതമായിരിക്കും. ഇസ്രായേലിൽ അവശേഷിച്ചവർ യാക്കോബിന്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രവചിച്ചവനെ അന്ന് ആശ്രയിക്കുകയില്ല. അവർ ഇസ്രായേലിന്റെ പരിശുദ്ധമായ കർത്താവിൽ തീർച്ചയായും ശരണം വയ്ക്കും. അവശേഷിക്കുന്ന ഒരു ഭാഗം യാക്കോബിന്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു ഭാഗം ശക്തനായ ദൈവത്തിലേക്ക് തിരിയും. നിങ്ങളുടെ ജനമായ ഇസ്രായേൽ കടലിനെ മണൽക്കരി പോലെ ആണെങ്കിലും അവശേഷിക്കുന്നവരിൽ ഒരു ഭാഗം മാത്രമേ തിരിയുകയുള്ളൂ. നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കർത്താവ് സൈന്യങ്ങളുടെ ദൈവം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പോലെ പൂർണ്ണ വിനാശം വരുത്തും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ, ഈജിപ്റ്റുകാർ ചെയ്തതുപോലെ അസീസിയക്കാർ തങ്ങളുടെ വടികൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ഡ് ഉയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത്. എന്തെന്നാൽ അല്പസമയത്തിനുള്ളിൽ എന്റെ രോഷം ശമിക്കുകയും എന്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചു വിടുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് ഒറാബിലെ പാറയ്ക്കടുത്ത് വെച്ച് മിദിയാനെ പ്രഹരിച്ചതുപോലെ അവരെ പ്രഹരിക്കും. ഈജിപ്തിൽ വെച്ച് ചെയ്തതുപോലെ അവിടുന്ന് സമുദ്രത്തിന്റെ മേൽ ദണ്ഡ് ഉയർത്തപ്പെടും. അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിനുള്ളിൽ ഉള്ള മുഖം തകർക്കപ്പെടുകയും ചെയ്യും. അവൻ റിമോനിൽ നിന്ന് വന്നു അയാത്തിലെത്തി മിഗ്രോണിലൂടെ കടന്ന് മിക്മാഷിൽ ചെന്നു. അവിടെ അവൻ തന്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്നു. അവർ ചുരം കടന്ന് ഗിബായിലെത്തി അവിടെ രാത്രി ചെലവഴിക്കുന്നു. റാമ വിളകൊള്ളുന്നു. സാവൂളിന്റെ ഗിബായ ഓടി മറയുന്നു. ഗലീപുത്രി ഉറക്കെ നിലവിളിക്കുകയും ലയീഷ ശ്രദ്ധിക്കുക, അനാത്തോത്തെ മറുപടി പറയുക. മക്മെന പലായനം ചെയ്യുന്നു. ഗബ്ബീം നിവാസികൾ രക്ഷ തേടി ഓടുന്നു. ഒരു ദിവസം തന്നെ അവർ നോപ്പിൽ താമസിക്കും. സിയോൻ പുത്രിയുടെ മലയുടെ നേരെ ജെറുസലേം കുന്നിന്റെ നേരെ അവൻ മുഷ്ടി ചുരുട്ടും. സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും. ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും. ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബീത ഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും. ലെബനോൻ അതിന്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും.